ഹായ് ഫ്രണ്ട്സ്, പല്ലവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റെഡിമെയ്ഡ് ഡ്രസ്സിന് നമ്മൾ സ്ലീവ്സ് വെച്ച് കൊടുക്കാമെന്നാണ്. അപ്പോൾ എൻ്റെ ഇതിൽ ഓൾറെഡി സ്ലീവ്സ് ഉണ്ടായിരുന്നു. ഞാൻ അയൺ ചെയ്യുമ്പോൾ ഒന്ന് കത്തിച്ച് കളഞ്ഞ് നോക്കി എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പം ഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ ഇതിൻ്റെ വേസ്റ്റ് ഫാബ്രിക് ഉണ്ടായിരുന്നു, പുതിയ ഡ്രസ്സായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരു സ്ലീവ്സ് കട്ട് ചെയ്ത് ഇതിന് വെച്ച് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഈ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇതുപോലെ ആം റൗണ്ട് എത്രയാണ് അവർ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് അത് നമുക്കൊന്ന് അളന്ന് നോക്കണം. അളന്ന് നോക്കാമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് ഈ അറേഞ്ച് ഉണ്ടല്ലോ, ഇതിൻ്റെ താഴോട്ട് ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ ആം റൗണ്ട് കറക്റ്റ് അളന്നെടുക്കാൻ. ആ ഡ്രസ്സിൽ അവർ എത്രയാണ് കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് അത് അളന്ന് നോക്കിയിട്ട് അതുപോലെ ആദ്യം നമ്മൾ സ്ലീവ്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ റെഡിമെയ്ഡ് ഡ്രസ്സിലൊക്കെ സൈഡ് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അളവ് അതിൻ്റെ മുകളിൽ കൊടുത്തിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആക്യുറേറ്റ് സ്ലീവ്സ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ വീഡിയോസ് ഓൾറെഡി ചാനലിലുണ്ട്. പഠിക്കുന്ന കൂട്ടുകാർ, പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ വിസിറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോസ്, കുട്ടി കുട്ടി വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വലിയ ടൈറ്റിലൊന്നും ഇടാത്ത വീഡിയോസാണ്, പക്ഷേ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കണ്ടാൽ. അപ്പോൾ ഇത് നല്ല വശം രണ്ടും ഫേസ് ടു ഫേസ് ആക്കിയിട്ട് വേണം ഇപ്പോൾ നമ്മൾ സ്ലീവ്സിന് തുണി വിരിച്ചു കൊടുക്കാൻ. ഇങ്ങനെ 2 ഫോൾഡ് ആക്കി, ഇനി ഇത് 4 ഫോൾഡ് ആക്കിയാണ്. അപ്പം 2 സ്ലീവ്സ് നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ. ഓക്കെ, പുതിയതായിട്ട് തയ്ക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എപ്പോൾ നമ്മളൊരു പേപ്പർ വെച്ചിട്ട് ആദ്യം എൻ്റെ ഒരു ഡ്രാഫ്റ്റ് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് വേണം നിങ്ങളത് ഫാബ്രിക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. സോ നിങ്ങൾക്ക് കറക്റ്റ് ആക്യുറേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം ചെയ്യാൻ. ഫസ്റ്റ് നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ലൈനിങ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1.5 ഇഞ്ച് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ലൈനിങ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് മതി എക്സ്ട്രാ ലെങ്ത്തിൽ. എത്രയാണ് സ്ലീവ്സ് ലെങ്ത്ത് അതിൻ്റെ അകത്ത് 1 ഇഞ്ച് 1.5 ഇഞ്ചിൻ്റെ കണക്കാണ് വേണ്ടത്. ഇതെനിക്കൊന്നും ചെയ്യാനില്ല, ഇത് മാക്സ് ടു മാക്സ് ഞാൻ എത്ര കിട്ടുന്നു അത്ര എടുക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ അളവ് എടുക്കണം. എന്നിട്ടാകുമ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ്, ഇപ്പോൾ റെഡിമെയ്ഡ് ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഒരു 3-3.5 ഇഞ്ചിൻ്റെ വിഡ്ത്ത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ്സ് ഓപ്പൺ, എൻ്റെ കൈ ഇവിടെ താഴെ ടേപ്പ് വെച്ചിരിക്കുന്ന ഇവിടെയാണ് ഉള്ളത്. ഈ എക്സ്ട്രാ കിടക്കുന്ന ഫാബ്രിക്കിൻ്റെ അവിടെ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഫാബ്രിക് കറക്റ്റ് ചെയ്ത് എടുക്കുകയാണ്. അൺഈവൻ ഉള്ളത് നമുക്ക് കട്ട് ചെയ്തൊന്ന് മാറ്റാം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ കൺഫ്യൂസ് ആവണ്ട. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം ഷോർട്സാണ് വീഡിയോസ് എല്ലാവരും കാണുന്നത്. ലോങ് വീഡിയോ ഒക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട്, പക്ഷേ വ്യൂസ് ഒന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് ഇടുമ്പം 2 ലക്ഷം 3 ലക്ഷം വ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ ആരും കാണുന്നില്ല ഇപ്പോൾ. അപ്പം കാണാത്ത കൂട്ടുകാർ, നോട്ടിഫിക്കേഷൻ വരാത്ത കൂട്ടുകാർ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ വിസിറ്റ് ചെയ്യുക. ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉടനെ കട്ടോരി ബ്ലൗസ് ഇടണമെന്ന് ഒത്തിരി റിക്വസ്റ്റ് ഉണ്ട്. അപ്പം കട്ടോരി ബ്ലൗസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. കട്ടോരി ബ്ലൗസിൻ്റെ സീരീസാണ് തുടങ്ങുന്നത്. 36 തൊട്ട് 42 വരെയുള്ള സീരീസ് ഇടുന്നുണ്ട്. അപ്പം 3 ഇഞ്ച് ഞാൻ സ്റ്റാൻഡേർഡ് അളവാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനെ സ്ട്രേറ്റ് ലൈൻ ആക്കി വരയ്ക്കാം. ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന അവിടെ നിന്ന് ഇതുപോലെ ടേപ്പ് കുറച്ച് കറക്കി ഇതുപോലെ ഒരു 2-2.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ട് ഇവിടം വരെ സ്ട്രേറ്റ് എടുക്കണം ടേപ്പ്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ കർവ് ചെയ്തിട്ട് നമ്മൾ ഒരു 2.5 ഇഞ്ചോളം ഇതുപോലെ സ്ട്രേറ്റ് വയ്ക്കുക. എന്നിട്ട് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ വിഡ്ത്ത്, ആ ആം റൗണ്ടിൻ്റെ വിത്താണ് നമ്മളവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. 3-3.5 ഇഞ്ച് സ്റ്റാൻഡേർഡ് അളവ്. അതിൻ്റെ മുകളിൽ നമ്മൾ 10 പ്ലസ് അതിൻ്റെ അകത്ത് 1 ഇഞ്ച് സീം അലയൻസും കൂടെ കൊടുത്തിട്ട് വേണം നമ്മൾ ആ ലൈനിൽ മാർക്ക് ചെയ്യാൻ, കർവിൽ പിടിച്ചിട്ട്. ഇനി നമുക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സ്ലീവ്സ് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ സ്ലീവ്സ് ഓപ്പൺ എത്രയാണ് നിങ്ങൾക്ക് ബോഡിയിൽ നിന്ന് എടുത്തപ്പം കിട്ടിയത്, ഇല്ലെങ്കിൽ ചുരിദാറിൽ നിന്ന് കിട്ടിയത്, അതിൻ്റെ ഹാഫ് ഇവിടെ മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് അതിൻ്റെ അകത്തും കൂടെ സീം അലയൻസ് ഇട്ട് കൊടുക്കാം. ഈ 2 ലൈന് നമുക്ക് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ ചുരിദാർ ടൈറ്റ് ആവുന്നതുകൊണ്ട് എങ്ങനെയാണത് ശരിയാക്കണമെന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെയും കുറേ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിന് ആർക്കെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടെ റൗണ്ടിന് ഇങ്ങനെ പഫ് ഇങ്ങനെ ഫ്ലാറ്റ് ആയി നിൽക്കുന്നത്, അങ്ങനെ വൃത്തിയേടായി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രിക്ക് ഫോളോ ചെയ്തിട്ട് തയ്ച്ച് നോക്കിക്കോളും. നിങ്ങൾക്ക് 110% ഞാൻ ഗ്യാരണ്ടിയാണ്. നല്ല സൂപ്പർ പഫായിരിക്കും കിട്ടുന്നത്. ബ്ലൗസിലല്ല ഞാൻ പറയുന്നത്, ചുരിദാറിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ. കാണാത്ത കൂട്ടുകാർ, മിസ്സായി പോയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് കണ്ടു നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും സ്ലീവ്സ് തമ്മിൽ കുറച്ച് ഒരു ഡിഫറൻസ് ഇവിടെ ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ചിൻ്റെ സീം അലയൻസ് കൊടുത്ത് അവിടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് 2 ഫാബ്രിക് അതിൽ നിന്ന് കുറച്ച് ബാക്കിലോട്ട് വെച്ചിട്ട് ഈ എക്സ്ട്രാ കാണുന്ന ഫാബ്രിക് ഒന്ന് ട്രിം ചെയ്ത് കളയാം. ട്രിം ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നമ്മളെപ്പം വ്യത്യാസമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാബ്രിക് അവിടെ കിടന്നാൽ ഫ്രണ്ടിൽ സ്ലീവ്സിൻ്റെ അകത്ത് ഗ്യാദർസ് ആയിട്ട് കാണും, റിങ്കിൾസ് ആയിട്ട് കാണും. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റി. അതിന് എനിക്കിവിടെ ഫാബ്രിക് കുറവായതുകൊണ്ട് ഞാൻ മടക്കി തയ്ക്കുന്നില്ല. നിങ്ങളിതിവിടെ ഇങ്ങനെ മടക്കി തയ്ക്കുക. ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് സ്ട്രിപ്പ് മുറിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാനാണ് പോകുന്നത്. കണ്ടോളും.
ഇതുപോലെ മടക്കി അകത്തോട്ട് തയ്ച്ചു കൊടുത്തിരിക്കുകയാണ് ഞാൻ. ഇതുപോലെ കണ്ടോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ ഞാൻ ഒത്തിരി മോഡിഫിക്കേഷൻ ചെയ്യാറുണ്ട്. പുതിയ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇട്ടിട്ട് മടുത്താൽ ഞാൻ ഫ്രണ്ടിലത്തെ യോക്കൊക്കെ കട്ട് ചെയ്ത് വേറെ പീസൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ അതിനൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ 2-3 ഡ്രസ്സ് ഞാൻ ചെയ്തു ലേറ്റസ്റ്റ് ആയിട്ട്, അതും കൂടെ അപ്ലോഡ് ചെയ്യാം.